أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പടച്ച തമ്പുരാന്റെ കാരുണ്യങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിന്റെ അങ്ങേയറ്റം വിലപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാൻ മാസം എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യ സമൂഹത്തിന് അല്ലാഹു തആല നൽകിയ വലിയ അനുഗ്രഹമായാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശിഷ്ടമായ മാസം. ആ മാസത്തിൽ തന്നെ ഒരു രാവിന് അല്ലാഹു തആല ഭൂമി ലോകത്ത് മനുഷ്യന് വേണ്ടി നൽകിയ ദിവസങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വിശിഷ്ടമായ ഒരു രാവിനെയാണ് നമ്മൾ ലൈലത്തുൽ ഖദർ എന്ന് വിളിക്കാറുള്ളത്. സൂറത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്താണ് ഞാൻ മൂടി വെച്ചത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ആ രാവ്, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കാര്യങ്ങളും വേർതിരിച്ച് യുക്തിയോടുകൂടെ അള്ളാഹു തീരുമാനിക്കപ്പെടുന്ന രാവായിട്ടാണ് വിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന മഹത്തരമായ ആ രാവിനെ പരിചയപ്പെടുത്തുന്നത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാവ് നേരം പുലരുവോളം സമാധാനത്തിന്റെ, ശാന്തിയുടെ രാവാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രിയെക്കുറിച്ച് പരാമർശിക്കുന്ന, ഈ ഒരു വിശിഷ്ട രാവിനെ കുറിച്ച് പരാമർശിക്കുന്ന ആ ഒരു സൂറത്തിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ആകെ 5 ആയത്തുകളാണുള്ളത്. ഈ 5 ആയത്തുകളിൽ തന്നെ 3 ആയത്തുകളിലും ലൈലത്തുൽ ഖദർ എന്ന വാക്ക്, ആ രാവിനെ കുറിച്ച് അള്ളാഹു ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു രാത്രി ആയതുകൊണ്ടാണ് അല്ലാഹു തആല അതിനെ വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ രാത്രിയിൽ മനുഷ്യൻ ഇബാദത്തിൽ ഏർപ്പെട്ടാൽ അതിന് അവന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവതരമായ രൂപത്തിൽ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു വഹയി മുഖേന ഏത് ദിവസമാണ് ഈ ലൈലത്തുൽ ഖദർ ഉണ്ടാവുന്നത്, റമദാനിലെ ഏത് രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനിക്ക് കിട്ടിയ ആ അറിവ് തന്റെ സഹാബത്തിനെ അറിയിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തന്റെ അനുചരന്മാരിൽപ്പെട്ട രണ്ടുപേരിങ്ങനെ വഴക്കടിക്കുകയും ഷണ്ഡ കൂടുകയും ചെയ്യുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവരുടെ ആ വഴക്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇടപെടുകയും ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ നിൽക്കുകയും ചെയ്തത് കാരണത്താൽ ആ പ്രശ്നപരിഹാരം പൂർത്തിയായി കഴിഞ്ഞ ഉടനെ ഓർത്തെടുത്തപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ഈ ദിവസം ഓർമ്മ വന്നില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഞാന് ഇങ്ങനെ രണ്ടുപേരുടെ ഈ വിഷയത്തിൽ ഇടപെട്ടത് കാരണത്താൽ എന്നിൽ നിന്ന് അത് ഉയർത്തപ്പെട്ടു. അതിന്റെ അവസാനത്തിൽ പറയാണ്, വഅസ അൻ യകൂന ഖൈറൻ ലക്കും, അതൊരു പക്ഷെ നിങ്ങൾക്ക് നല്ലതിനായിരിക്കാം. അങ്ങനെ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ കൃത്യമായ ഒരു ദിവസം ഏത് രാവിലാണ് ഇത് സംഭവിക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പറഞ്ഞിട്ടില്ലെങ്കിലും അവസാനത്തെ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമദാനിലെ അവസാനത്തെ രാവുകളിലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചതായി മനസ്സിലാക്കാൻ പറ്റും. റസൂൽ പറയാണ്, നിങ്ങൾ പല പണ്ഡിതന്മാരും റസൂലിന്റെ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒറ്റയിട്ട രാവുകൾക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവർ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 21, 23, 25, 27, 29 രാവുകളിൽ നിങ്ങൾക്ക് ഈ രാവിനെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ
എന്താണ് ഈ രാവിന്റെ പ്രത്യേകത? ഈ സൂറത്തിൽ തന്നെ പറയാണ്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ 1000 മാസത്തെ നമ്മൾ ഇങ്ങനെ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി വർഷങ്ങളായി എണ്ണുകയാണെങ്കിൽ 83 വർഷവും ചില്ലാനം മാസങ്ങളുമാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നല്ല ആയുസ് ലഭിച്ച ഒരു മനുഷ്യന് ലഭിക്കുന്ന വർഷങ്ങളുടെ ജീവിതായുസിന്റെ കാലഘട്ടമാണ് 83, 84 എന്നൊക്കെ പറയുന്ന വയസ്സ്. അങ്ങനെ ഒരു മനുഷ്യൻ ഒറ്റ രാത്രി കൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു പുരുഷായുസ് കൊണ്ട് നേടിയെടുക്കാവുന്ന അത്രയും പുണ്യം കരസ്ഥമാക്കാൻ അല്ലാഹു തആല നൽകിയ മഹത്തരമായ ഒരു ഓഫറാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. 83 അല്ലെങ്കിൽ 84 വർഷം കൊണ്ട് മനുഷ്യൻ നേടിയെടുക്കുന്ന നല്ല കാര്യങ്ങൾ, അങ്ങനെ അവന് നേടിയെടുക്കാവുന്ന പുണ്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് കൊടുക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈലത്തുൽ ഖദറിനെ നമ്മൾ വരവേൽക്കുമ്പോൾ പിന്നെ പ്രത്യേകമായും പണ്ഡിതന്മാർ പറയുന്നത്, നോമ്പിനെ നമ്മൾ വരവേൽക്കുമ്പോൾ തന്നെ കേവലം നോമ്പനുഷ്ഠിച്ച് അങ്ങനെ നോമ്പ് പൂർത്തിയാക്കി പോവുക എന്നതിനപ്പുറം അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകുന്ന പ്രതിഫലത്തെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഇസ്തിഹ്ലാറു സവാബി ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഭൗതികമായോ മറ്റോ, ഇപ്പൊ നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ, നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടായേക്കാവുന്ന ഗുണങ്ങൾ, നേട്ടങ്ങൾ, വരുമാനം, അതിനെക്കുറിച്ചൊരു കൃത്യമായ കാൽക്കുലേഷൻ നമ്മൾക്ക് ഉണ്ടാകും. ഇത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ദിക്റുകളിലും ദുആകളിലും ഖുർആൻ പാരായണങ്ങളിലും ഏർപ്പെട്ട് ഒരു രാവ് ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ നാഥൻ എന്താണ് തരാൻ പോകുന്നത് എന്ന കൃത്യമായ ബോധത്തോടു കൂടെ എനിക്ക് അള്ളാഹു ഇൻഷാ അള്ളാഹ് ആയുസ് തരികയാണെങ്കിൽ 83 84 വർഷം ഞാൻ ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ ആ 84 വർഷം കൊണ്ട് ഞാൻ നേടിയെടുക്കുന്ന അത്രയും പുണ്യം എനിക്ക് കിട്ടും എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടെ, അതാണ് ഇസ്തിഹ്ലാർ എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. കൃത്യമായ കാൽക്കുലേഷനോട് കൂടെ ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ ഉപയോഗപ്പെടുത്തുന്ന ദിവസം പ്രത്യേകിച്ചും എനിക്ക് യുവാക്കളോട് പറയുവാനുള്ളത്, വിദ്യാർത്ഥികളോടും യുവാക്കളോടും പറയാനുള്ളത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമായ പള്ളിയിൽ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും ദിക്റുകൾ കൊണ്ടും, എന്തിനേറെ നമ്മൾ പള്ളിയിൽ ഉറക്കം വന്ന് ഖുർആൻ പാരായണം ചെയ്ത് ഉറക്കം വന്ന് ഉറങ്ങുകയാണെങ്കിൽ പോലും അള്ളാഹുവിനെ ഓർമ്മിച്ചും സ്മരിച്ചും അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ ഉറങ്ങുവാൻ, അങ്ങനെ നമ്മളുടെ ഉറക്കമാണെങ്കിലും ഉണർച്ചയാണെങ്കിലും നടത്തമാണെങ്കിലും ഇരുത്തമാണെങ്കിലും ഒക്കെ അത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട സമയങ്ങളിലൂടെ ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ലൈലത്തുൽ ഖദർ ലഭിച്ച ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ പ്രിയ സഹധർമ്മിണി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ലൈലത്തുൽ ഖദറിന്റെ രാവാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്നേഹ നിർഭരമായ വാക്കുകളിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ട ആയിഷ, നീ ചൊല്ലണം, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ അങ്ങേയറ്റം മാപ്പരുളുന്നവനാണ്. മാപ്പരുളുക എന്ന് പറയുന്നത് നിനക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണം തമ്പുരാനെ എന്ന് നീ ഇഷ്ടം പോലെ കണക്കില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും നമ്മളുടെ നാവിൻ തുമ്പത്ത്, റമദാൻ വന്നാൽ നമ്മളുടെ നാവിൻ തുമ്പത്ത് തത്തിക്കളിക്കുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് എത്രത്തോളം അതിന്റെ ആഴങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മളത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളത് വീണ്ടും വിചാരം നടത്തുകയും അർത്ഥമറിഞ്ഞുകൊണ്ട് അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹിനോട് ഈ രാവിൽ, ഈ പ്രിയപ്പെട്ട അവസാനത്തെ രാവുകളിൽ, ലൈലത്തുൽ ഖദർ നമ്മൾ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഈ പ്രാർത്ഥന ചൊല്ലാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്ന. അങ്ങനെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ച ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പടച്ചതമ്പുരാൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അള്ളാഹുവിന്റെ സച്ചരിതരായ ഇബാദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും പടച്ചതമ്പുരാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.